الحمد لله المتوحد جلال ذاته وكمال صفاته، والصلاة على نبيه محمد المؤيد بساطع حججه وواضح بيناته، وعلى آله وأصحابه هداة طريق الحق وحماته، وبعد. ബഹുമാന്യരായ പണ്ഡിതരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ കൂട്ടുകാരെ, യുക്തിപരമായ എല്ലാ ചർച്ചകളുടെയും അടിസ്ഥാനം ചർച്ച ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് അതുണ്ടോ ഇല്ലയോ എന്ന് പരമമായി അംഗീകരിക്കലാണ് ആദ്യത്തെ കാര്യം. ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് ഇല്ലെന്ന് വാദിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അതിന് ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ വസ്തുതകളുടെ അസ്തിത്വത്തെക്കുറിച്ച് തന്നെ സംശയത്തിലായാൽ പിന്നെ അയാളോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെയാവുമ്പോൾ അയാൾക്കൊരു എതിർവാദമില്ലാതെ വരുന്നു. സൂഫസ്ഥായികൾ എന്ന പേരിൽ ഇൽമുൽ കലാമിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന 3 വിഭാഗം ആളുകളാണിവ. ആദ്യത്തെ വിഭാഗം ഐനാദിയ, പരമമായ സർവ അസ്തിത്വങ്ങളെയും അവർ നിഷേധിക്കുന്നു. ഈ ലോകത്ത് ഒന്നുമില്ല, എല്ലാം വെറും തോന്നലുകൾ മാത്രമാണ് എന്ന വാദത്തെ ആദ്യമായി നിഷേധിക്കാതെ അങ്ങനെയൊരു വാദമുള്ള ആളോട് നമുക്ക് സംവദിക്കാൻ സാധിക്കില്ല. അവരോട് നമ്മൾ ആദ്യമായി ചോദിക്കുന്നത്, ചൂടും തണുപ്പും നിങ്ങൾക്ക് ഒരുപോലെയാണോ തോന്നുന്നത്? ചൂടൊരു യാഥാർത്ഥ്യമാണെന്ന്, തണുപ്പൊരു യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീയിലേക്ക് ചാടൂ, അല്ലെങ്കിൽ നിങ്ങളൊരു തണുത്ത വെള്ളം കുടിക്കൂ. അപ്പോഴൊക്കെയും നിങ്ങളുടെ തോന്നലുകൾ മാത്രമായി നിങ്ങൾക്കത് ഒരു യാഥാർത്ഥ്യമായി അനുഭവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അല്ല, തീയിലേക്ക് ചാടുമ്പോൾ നിങ്ങൾക്ക് ചൂടനുഭവപ്പെടുകയും നിങ്ങൾ പൊള്ളിപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാദം തെറ്റാണ്. നിങ്ങൾ പറയുന്നത് പോലെയല്ല, കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന ബോധ്യത്തിലേക്ക് അവരെ ഇൽമുൽ കലാമിൻ്റെ ഉലമാ എത്തിക്കുന്നുണ്ട്. വിശക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ വിശപ്പ് മാറുന്നില്ല എങ്കിൽ, ആ പ്രവൃത്തി കൊണ്ട് അവിടെ ഒരു യാഥാർത്ഥ്യം സംഭവിക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യവും അവിടെ അവശേഷിക്കുന്നു. അതിനൊക്കെ മറുപടി പറയുമ്പോൾ അവർ ഈ കാര്യങ്ങൾക്കെല്ലാം യാഥാർത്ഥ്യങ്ങളുണ്ട്, പ്രവർത്തികൾക്ക് യാഥാർത്ഥ്യങ്ങളുണ്ട്, വസ്തുതകൾക്ക് യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന തീർപ്പിലേക്ക് എത്തിച്ചേരും. അപ്പോൾ നമുക്കവരോട് യുക്തിപരമായ ചർച്ചകൾ സാധ്യമാകും. അപ്പോൾ അതുകൊണ്ട് യുക്തിപരമായ ചർച്ചകളിൽ ആദ്യം ഈ കാര്യങ്ങളെ തീരുമാനമാക്കുകയാണ് ആദ്യമായി വേണ്ടത്. അടിസ്ഥാനപരമായി എല്ലാ കാര്യങ്ങൾക്കും ഒരു പരമമായ യാഥാർത്ഥ്യമുണ്ട് എന്ന ബോധ്യത്തിലേക്ക് എത്തണം. ഇതാണ് ഹഖായിഖുൽ അശ്യാഇ സാബിതത്തുൻ എന്ന വാചകം കൊണ്ട് ഇമാം തഫ്താസാനി റഹിമഹുല്ല അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത്. പിന്നെ മറ്റൊരു വിഭാഗം ഇൻദിയ, ഓരോരുത്തരുടെയും തോന്നലുകൾക്കനുസരിച്ചാണ് ഓരോരോ കാര്യങ്ങളും. എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നത് എൻ്റെ ചിന്താഗതിക്ക് അനുസൃതമായിട്ടാണ് ഒരു കാര്യത്തിൻ്റെ യാഥാർത്ഥ്യമുള്ളത്. കാര്യങ്ങളുടെ എല്ലാം അസ്തിത്വം റിലേറ്റീവാണ്. ഓരോരുത്തരുടെയും അഭിപ്രായം, ഓരോരുത്തരുടെയും തോന്നലുകൾക്കനുസരിച്ച് സാധനങ്ങളുടെ അസ്തിത്വം മാറിക്കൊണ്ടിരിക്കും. മഞ്ഞപ്പിത്തമുള്ള ഒരു വ്യക്തിക്ക് മധുരം കയ്പായി അനുഭവപ്പെടുമ്പോൾ മധുരം എന്നൊരു യാഥാർത്ഥ്യമില്ല. ആ വസ്തു ഒരു ഭാഗത്ത് കയ്പാണ്, മറ്റൊരു ഭാഗത്ത് മധുരമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് തിട്ടപ്പെടുത്താൻ, തീർപ്പിലേക്ക് എത്തിക്കാൻ കഴിയുകയില്ല എന്ന് വാദിക്കുന്നു. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്നത്, ഒരേ കാര്യം ഒരാൾക്ക് തെറ്റായി അനുഭവപ്പെടുന്നു, ഒരാൾക്ക് ശരിയായി അനുഭവപ്പെടുന്നു. ഈ തെറ്റും ശരിയും ഒരുമിച്ച് ഒരു വസ്തുവിൽ ഉണ്ടാവുമോ? ശരിയും തെറ്റുമായൊരു കാര്യം ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് മുമ്പിൽ അവർക്ക് ഉത്തരമില്ലാതാവുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം യാഥാർത്ഥ്യമുണ്ട്, അത് പരമമായ ഒരു യാഥാർത്ഥ്യമാണ്, അത് റിലേറ്റീവ് അല്ല, ആപേക്ഷികമല്ല എന്ന ഒരു മറുപടിയിലേക്ക് അവർ എത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ അവരുടെ ഈ വാദം തന്നെ ഒരു ആപേക്ഷിക കാര്യമാണോ എന്ന് അവരോട് ചോദിക്കുകയാണെങ്കിൽ അതിനും അവർ ഉത്തരം മുട്ടും. ആപേക്ഷികമായ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ഈ ഒരു വാദമുള്ളൂ എങ്കിൽ നിങ്ങളുടെ വാദത്തിനൊരു വിലയുമില്ല. അല്ല, ഈ സംശയം ഒരു യാഥാർത്ഥ്യമാണ്, എല്ലാവരും അതിനൊരു സംശയം അംഗീകരിക്കണമെന്ന് പറയുകയാണെങ്കിൽ വസ്തുതകൾക്ക് യാഥാർത്ഥ്യമുണ്ട്, എല്ലാ ഭാഗത്തും എല്ലാ സ്ഥലത്തും ഒരേ യാഥാർത്ഥ്യമാണ് എന്ന തീർപ്പിലേക്ക് അവർ എത്തേണ്ടി വരും. പിന്നെ മറ്റൊന്ന് ലാതിരിയത്താണ്, ഒന്നും അറിയില്ല, സന്ദേഹവാദികൾ. സർവ്വകാര്യങ്ങളെക്കുറിച്ചും അവർക്ക് സന്ദേഹമാണ്, ഒരു യാഥാർത്ഥ്യവും ഇല്ല, ഉണ്ടോ എന്നോ ഇല്ല എന്നോ അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയാവുമ്പോൾ അവരുടെ സംശയത്തെക്കുറിച്ച് തന്നെ നമ്മളൊരു സംശയം പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾക്കിങ്ങനെ ഒരു സംശയമുണ്ട് എന്ന് സംശയമുണ്ട് എന്നാണോ പറയുന്നത്? അല്ല, ഇല്ല എന്നാണോ പറയുന്നത്? അവർ അതിനൊരു സംശയമുണ്ട് എന്ന് പറയുമ്പോൾ
കാര്യങ്ങളെല്ലാം ഉണ്ട്, എന്തെങ്കിലും ചില കാര്യങ്ങളെങ്കിലും ഉണ്ട് എന്നവർ വാദിക്കുന്നു. സർവ്വകാര്യങ്ങളെക്കുറിച്ചും ഉണ്ടോ ഇല്ലയോ എന്ന സന്ദേഹം അവർ മുന്നോട്ട് വെക്കുന്നു എന്ന വാദത്തെ തന്നെ നമ്മൾ ആ വാദത്തിൻ്റെ മേലുള്ള സംശയത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് നമ്മൾ അവരെ ഉത്തരം മുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ യുക്തിപരമായ സർവ്വ ചർച്ചകളുടെ അടിസ്ഥാനമായി നമുക്ക് മുന്നോട്ട് വെക്കേണ്ടത് കാര്യങ്ങൾക്കൊരു അടിസ്ഥാനമുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നമുക്ക് രണ്ട് പക്ഷങ്ങളുള്ളത്, അതിനെയാണ് നമ്മൾ സംവദിക്കുന്നത്, ആ വിഷയത്തിലാണ് നമ്മൾ സംവദിക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്ന സർവ്വയുക്തികളുടെയും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഈ 3 യുക്തിരഹിതമായ വാദങ്ങളെയും തോൽപ്പിക്കുക എന്നുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.